അവർ ആ വിഷയത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ബാനറുകളുമായിട്ട് ഇറങ്ങുകയും ഈ പറയുന്ന നടുത്തളത്തിൽ ഇറങ്ങിയ സ്പീക്കർ ഡയസിന് മുന്നിൽ നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തി. അങ്ങനെ ഈ എന്താ പറയുക, സ്പീക്കർക്ക് ഈ പ്രതിപക്ഷത്തിന്റെ ബഹളം കാരണം, അവരുടെ ആ സമരം കാരണം പെട്ടെന്ന് തന്നെ സഭ നിർത്തിവെച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സഭാ നടപടികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു. ആ സമയത്താണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൽ നടക്കുമ്പോഴാണ് ഈ പറയുന്ന മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിനെ മറുപടി പറയാൻ എങ്ങാണ്ട് വിളിക്കുകയാണ് സ്പീക്കർ. അപ്പോൾ അദ്ദേഹം ചാടി എണ്ണീറ്റ് എന്ന് പറഞ്ഞ ഡയലോഗാണിത്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം, മര്യാദയൊക്കെ പഠിപ്പിക്കാമെന്ന് പറയുന്നത്. അല്ല, സ്പീക്കറോട് ഈ ശിവൻകുട്ടിക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട്. അപ്പൊ എന്താ പറയുക, എനിക്ക് അടിക്കാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾ അടിയിടാ. അതാണ് നടത്തുന്നതെന്ന് തോന്നുന്നത്. എന്തായാലും പ്രതിപക്ഷം ആ ഇതിലൊന്നും വീണില്ല. അവര് ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്ത് ഉന്നയിച്ചു. അവര് മാന്യമായ രീതിയിൽ തന്നെയാണ്. നമുക്കറിയാമല്ലോ, പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ എപ്പോഴും കോൺഗ്രസ് അല്ലെങ്കിൽ UDFന്റെ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ സമരം ചെയ്യും, ശക്തമായിരിക്കും. പക്ഷേ ഈ രീതിയിൽ സഭയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനമോ ഒന്നും തന്നെ തകർക്കുന്ന, തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് അവർ ഒരിക്കലും എത്ര വലിയ ഇന്റൻസിറ്റി ഉള്ള വിഷയമാണെങ്കിൽ പോലും, നമ്മളൊക്കെ തന്നെ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ 9 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും സമരത്തിന് തീവ്രതയില്ലല്ലോ എന്ന് ചോദിച്ച് അവരെ കുറ്റപ്പെടുന്നവരുണ്ട്. പക്ഷെ അവരുടെ സമരരീതി അങ്ങനെയാണ്. കേരളം കത്തിക്കുന്ന, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തുന്ന സമരരീതി അവർക്കില്ല. മറുവശത്ത് അവരങ്ങനെയല്ല. CPM-നെ സംബന്ധിച്ച് അവരെ ഏത് സമരം ചെയ്താലും എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി ആളപായമൊക്കെ വരുത്തുന്ന രീതിയിലുള്ള സമരങ്ങൾ, അത്രയ്ക്ക് ഗവർണർക്കെതിരെയുള്ള അക്രമ സമരങ്ങളാണ് അവരുടെ, അക്രമ രാഷ്ട്രീയമാണ് അവരുടെ. അക്രമം ഉണ്ടെങ്കിലേ സമരമുള്ളൂ.